ഇപ്പോൾ തിരുവനന്തപുരത്ത് കാർഷിക സർവകലാശാല വിസിയുടെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധം അതിപ്പോൾ പോലീസ് പ്രവർത്തകരെ നേരിടുന്നു. കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് ഇന്ന് മണ്ണുത്തി സർവകലാശാലയിൽ SFI പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. പോലീസ് പ്രവർത്തകരെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇതൊരു വലിയ വിഷയമാക്കി വലിയ പ്രതിഷേധമായി ഉയർത്തുന്നു. ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. PM3 വിഷയവുമായി ബന്ധപ്പെട്ട് AISFും AYFും അടക്കമുള്ള CPI സംഘടനകൾ CPIഎമ്മിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ കാർഷിക സർവകലാശാല ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ സമാനമായ രീതിയിൽ പ്രതിഷേധമുയർത്തുകയാണ്. മനീഷ്, ഇന്ന് കാർഷിക സർവകലാശാലയിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത് രാത്രി വൈകിയും മറ്റൊരു തലത്തിൽ തുടരുന്നു. ഇപ്പോൾ വിസിയുടെ വീട്ടിലേക്ക് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് നേരിടുകയാണോ? എന്താണ് തൽസ്ഥിതി? സുഹേൽ, ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നേരമായി B. അശോകന്റെ വീട്ടിൽ പ്രതിഷേധിച്ച് നിൽക്കുകയാണ് SFI പ്രവർത്തകർ. ഇപ്പോൾ B. അശോക് വീട്ടിലേക്ക്, അതായത് ഈ ജില്ലയിലില്ല, ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിലെത്തി വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഈ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് വീടിന്റെ മുൻപിൽ പ്രതിഷേധിച്ച് നിൽക്കുന്ന SFI പ്രവർത്തകരെ നിലവിൽ ഈ പോലീസ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പക്ഷേ അറസ്റ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായി. അല്പ നേരത്തിനുള്ളിൽ തന്നെ B. അശോക് വീട്ടിലേക്ക് എത്തും. B. അശോക് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരത്ത് ഉള്ളൂരിലെ വീട്ടിലേക്ക് SFI മാർച്ച് സംഘടിപ്പിച്ചു. പക്ഷേ വീടിന്റെ മുൻപിൽ തന്നെ ബാരിക്കേഡ് നിരത്തിക്കൊണ്ടാണ് പോലീസ് ഇതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഈ വീടിന്റെ മുൻപിലേക്ക് എത്തിയത്. പിന്നെ വീടിന്റെ മുൻപിൽ പ്രതിഷേധ യോഗം ചേർന്നു. നേതാക്കൾ സംസാരിച്ച ശേഷം പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. B. അശോക് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വഴി തടയരുത്, അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാനുള്ളതാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പക്ഷേ അപ്പോഴും SFI പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. അങ്ങനെയാണ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാം എന്ന നിലപാടിലേക്ക് പോലീസ് നീങ്ങിയതും. നിലവിൽ 3-4 ജീപ്പ് വാഹനം ഇവിടെ ഉണ്ട്. അതിലേക്ക് പ്രവർത്തകരെ കയറ്റാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകർ പ്രതിരോധിച്ചു. പോലീസുമായി ഒന്നും തള്ളുമുണ്ടായി. നമുക്കറിയാം, നിലവിൽ നടക്കുന്ന PM3 വിവാദത്തിൽ AISF AYF പ്രവർത്തകർ സർക്കാരിനെതിരെ വലിയ സമരത്തിലാണ്. ഇത് രാഷ്ട്രീയമായി തന്നെ CPI നേരിടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോഴുള്ള സർവകലാശാലയിലേക്കുള്ള, അതായത് നിലവിൽ CPIയുടെ വകുപ്പായിട്ടുള്ള സർവകലാശാലയിലേക്കുള്ള ഇത്തരത്തിലുള്ള ഫീസ് വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI ഈ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. അങ്ങനെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവ് രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് CPI ഇപ്പോൾ ഇതാ CPIM അത് SFI അടിനിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയപരമായി തന്നെ നേരിടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൃശ്ശൂരിലും ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ വീട്ടിലേക്ക് തന്നെ വലിയ പ്രതിഷേധം SFI സംഘടിപ്പിക്കുന്നത്. പോലീസ് അതിനെ ബലമായി നേരിടുകയും ഒപ്പം തന്നെ പോലീസിനെ പ്രതിരോധിച്ചുകൊണ്ട് SFI പ്രവർത്തകർ നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഈ വീടിന്റെ മുൻപിൽ നിൽക്കുന്നു. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമവും വിഫലമായതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. സുഹൈൽ, ശരി, എന്തായാലും ഒരു ഉൾപ്പോര് കൂടിയാണ് പ്രകടമാകുന്നത്. അങ്ങനെ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട് വിസിയുടെ വീട്ടിലേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. B. അശോക് അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തും. അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ ഈ വീടിന് മുൻവശത്ത് പ്രവർത്തകർ തടയുമെന്നാണ് അവർ പോലീസുകാരെ അടക്കം അറിയിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ പോലീസ് പണി അത്രയും എടുക്കുന്നുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ ഇവിടെ ആകെ പെട്ടുപോകുന്നത് പോലീസുകാരാണ്. കാരണം പ്രതിഷേധിക്കുന്നത് SFIക്കാർ. പ്രതിഷേധം കൃഷിവകുപ്പിന് കീഴിലുള്ള കാർഷിക സർവകലാശാല VCക്കെതിരെ. അങ്ങനെ രാഷ്ട്രീയമായ ഒരു ഉൾപ്പോര് കൂടി പ്രകടമാകുന്ന പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ് കാർഷിക സർവകലാശാലയിൽ, മണ്ണുത്തി സർവകലാശാലയിൽ SFI വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തി. ഫീസ് വർധനവ് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിച്ചു. ഇതിനിടെ ഇപ്പോൾ രാത്രി വൈകി ഈ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു. VCയെ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. B. അശോകിന്റെ വീട്ടിലേക്ക് കാർഷിക സർവകലാശാല VC B. അശോക് IASന്റെ വീട്ടിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ തടയുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഒരു യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തിയ VC അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് തടയാനാണ് പ്രവർത്തകരുടെ ശ്രമം. എന്നാൽ ഇവിടെയുള്ള പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.